കൊച്ചി P&T കോളനിയിൽ വീട് നഷ്ടപ്പെട്ട വയോധികയെ കൊച്ചി കോർപ്പറേഷൻ പുനരധിവസിപ്പിക്കും. 77-കാരി ബേബിയുടെയും മകന്റെയും ദുരവസ്ഥ 24 വാർത്തയാക്കിയതിന് പിന്നാലെയാണ് നടപടി. 24 ഇംപാക്ട് വാർത്ത കാണാം. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചി നഗരത്തിൽ കിടപ്പാടത്തിനായി അലയുകയാണ് ഒരു അമ്മയും മകനും. വെള്ളം വീട്ടിൽ കയറും, വെള്ളം ഉണ്ടല്ലോ, മഴ വെള്ളം കയറും, വഴി കണ്ട വഴിയില്ല, വെറുതെ വെള്ളപ്പൊക്കം ഓർന്നു. എൻ്റെ മോനെ ഒത്ത എടുത്തിട്ടാ പോണ, കൊച്ചുങ്ങളെ എടുത്തിട്ട് പോണവരെ. തലചായ്ക്കാൻ സ്വന്തമായൊരു വീട്, കാലങ്ങളായുള്ള ആവശ്യത്തിന് ഒരു അറുതി ഉണ്ടാകണമെന്ന് മാത്രമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. മൂന്ന് വർഷമായി ഒരു വീടിന് വേണ്ടി കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല, കാണാത്ത ജനപ്രതിനിധികളില്ല. ഒരു മഴ പെയ്താൽ വെള്ളം കയറുന്ന വീട്ടിൽ നിന്ന് 1 വർഷം മുൻപാണ് വാടക വീട്ടിലേക്ക് മാറിയത്. ബേബിയുടെ ദുരവസ്ഥ 24 വാർത്തയാക്കിയതിന് പിന്നാലെ ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറത്തിന്റെ ഇടപെടൽ. വാർഡ് കൗൺസിലറെ വിളിച്ച് സംസാരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവര് മേഡം കൗൺസിലറോട്, മേയറോട് സംസാരിക്കുകയും അതിനുശേഷം നമ്മൾക്ക് അവരെ അതിന്റെ പട്ടിക ക്രമത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വീട് നൽകാമെന്നുള്ള ഉറപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. 24-ന് നന്ദി അറിയിച്ച ബേബിയും മകൻ വിനോദും. പിന്നെ എൻ്റെ മോൻ പറഞ്ഞു, അവർ വന്ന് ഇടപെട്ടുകൊണ്ടാണ് നമുക്ക് വീട് ശരിയായമ്മേ, അവരോട് നന്ദി പറയണം എന്ന് പറഞ്ഞു എൻ്റെ മോൻ. ചാനലിനോട് എപ്പോഴും നന്ദിയുള്ളതാണ് എനിക്ക്. മേഡം ഈ ചാനലുകാരും കൂടി ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾക്കത് തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾക്കത് കൂടുതലും ചാനലുകാർക്കടുത്താണ് കൂടുതലും നന്ദിയുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ വിളിച്ചുടനെ അവർ 2-3 പ്രാവശ്യം വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. അവർക്കടുത്ത് ഒറ്റ വാക്കിൽ പറഞ്ഞ് തീരാത്ത അത്ര നന്ദിയുണ്ട്. അസുഖബാധിതയായ ബേബിയുടെ ആവശ്യം പരിഗണിച്ച് ഫോർട്ട് കൊച്ചിയിലോ മുണ്ടൻവേലിയിലോ അനുയോജ്യമായ സ്ഥലത്ത് വീട് നിർമ്മിച്ചു നൽകും. നടപടികൾ പൂർത്തീകരിച്ച് എത്രയും വേഗം വീട് കൈമാറുമെന്ന് കോർപ്പറേഷൻ കൗൺസിലർ ബിന്ദു ഉറപ്പ് നൽകി. കൊച്ചിയിൽ നിന്നും YS അഭിനന്ദ്, 24. 24-നെ സംബന്ധിച്ചൊരു വാർത്ത കൂടി ഫലം കാണുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ ആ വാർത്ത ഞങ്ങളങ്ങനെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുകയാണ്.